അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 8ാം ക്ലാസ്സിന്റെ താരീഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 50 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. സിൽ ബിമാ യുനാസിബു, യോജിപ്പിച്ച് ചേർക്കുക. ആദ്യമായി ആ കോളത്തിൽ നിന്ന് വായിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബിളുൻ വസിത്തൂന, സൈനബു ബിൻത് മൽഊൻ, ഉമ്മുൽ ഫളൽ ലുബാബത്തു ബിൻതുൽ ഹാരിസ്, ബിൽ ജന്നത്തിൽ ബഖീഅ ഹസന സൗത്ത് അസ്വഹാബ. ഇനി നമുക്കൊന്ന് വായിക്കാം. 1. അഫ്ളലു ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അസ്വഹാബ, സ്വഹാബത്താണ്. മുഹമ്മദി ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ. രണ്ടാമത്തത് മദ്ഫൻ സഫിയ റളിയല്ലാഹു അൻഹ, സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിടം മറവ് ചെയ്തത് എവിടെയാണ്? ബിൽ ജന്നത്തിൽ ബഖിയ, ജന്നത്തുൽ ബഖിയയിലാണ്. മൂന്നാമത്തത് സിന്നു ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സാണ് ചോദിക്കുന്നത്. ബിൽഉൻ വസിത്തൂന, എത്രയാണ്? 60 ചില്ലാനും വയസ്സാണ്. നാലാമത്തത് വകാന ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഹസന സൗത്ത്, നല്ല ശബ്ദത്തിനുടമയായിരുന്നു. അഞ്ചാമത്തത് ഉമ്മു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആരാണ്? സൈനബ് ബിൻത് മൽഊൻ എന്നവരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആറാമത്തത് ഉമ്മു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മയാരാണ്? ഉമ്മുൽ ഫളൽ ലുബാബത്ത് ബിൻതുൽ ഹാരിസ് എന്നവരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മ. ഏഴാമത്തത് ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മഷി ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം ധാരാളം തഫ്സീർ ചെയ്ത വലിയൊരു മഹാനാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. രണ്ടാമത്തത് മൻ ഖാല, ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അതിലൊന്ന് മൻ ഖാല, ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. വയുഹ്കം ഇൻ ഹസംതും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നാശം, അള്ളാഹുവിന്റെ പ്രവാചകനാൽ നിങ്ങളെ തോൽപ്പിക്കപ്പെട്ടു എന്ന് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ആരാണ്? സഫിയ റളിയല്ലാഹു അൻഹയാണ് അത് പറഞ്ഞത്. 2. റവാ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നഹ്വു മിൻ 800 റജുലിൻ ഔ അക്സറു മിൻ അഹ്ലിൽ ഇൽമി മിനസ് സ്വഹാബത്തി വത്താബിഈന വഗൈരിഹിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, റിവായത്ത് ചെയ്തു, സ്വഹാബത്തിലെയും താബിഈങ്ങളിലെയും മറ്റുള്ളവരിലെയും പണ്ഡിതന്മാരിൽ നിന്ന് 80ഓളം ആളുകൾ, അതല്ലെങ്കിൽ അതിനേക്കാൾ അധികം എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്ന് ഈ ഹദീസ് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് അബൂബക്കറിൻ സയ്യിദുന വഅതഖ സയ്യിദന, അബൂബക്കർ റളിയല്ലാഹു നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച ആളുമാണ്. അതാരാ പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നാലാമത്തത് മാ റഅയ്തു ഔറഅ മിൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറഞ്ഞത്? മൈമൂൻ ഇബ്നു മിഹ്റാൻ. മൂന്നാമത്തെ പൂരിപ്പിക്കാനാണ്. അതിലൊന്ന് റഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജിബ്രീല, എന്താ പൂരിപ്പിക്ക? മറത്തൈനി എന്നതിനർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 തവണ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തത് അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ, എന്താ പൂരിപ്പിക്ക? വ അല്ലമഹു തഅ്വീൽ, അല്ലാഹുവേ ദീനിൽ പണ്ഡിതനാക്കണമേ,
തഅ്വീലുകൾ പഠിപ്പിക്കും ചെയ്യണമേ, ഖുർആന്റെ വിശദീകരണം പഠിപ്പിച്ചു നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഇതിന്റെ ഉദ്ദേശം. മൂന്നാമത്തത് ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്നതി ലഹു ജനാഹാനി എന്ന് പൂരിപ്പിക്കാം. മുളറജാനി ബിദ്ദിമായി. അതിനർത്ഥം ഞാൻ സ്വർഗത്തില് ജഅഫർ റളിയല്ലാഹു അൻഹു എനിക്ക് 2 ചറുകളായിട്ട് കണ്ടു. ആ 2 ചറുകിലും രക്തം പുരണ്ടിരിക്കുന്നു, രക്തം കുളിച്ചിരിക്കുന്നു എന്നർത്ഥം. 4 ഹാദാ സിർറു മാ ലഹിഖ്തു ഫൽ ഉദ്നു ബിൽ ഉദ്നി എന്നാണ് പൂരിപ്പിക്കുക. വറഅസു സായിദുൻ. ഇതാണ് ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം, അതുകൊണ്ട് ചെവിക്ക് ചെവിയും തല അധികമാണ് എന്നാണ് അതിനർത്ഥം. ഈ 4 അജബ് ഉത്തരം എഴുതുക. ചോദ്യം 1, കുഞ്ഞത്തു ഹംസ റളിയല്ലാഹു അൻഹു മാ ഹുവ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേരെന്താണ്? അബൂ ഉമാറ. എന്താണ്? അബൂ ഉമാറത്ത്. രണ്ടാമത്തെ ചോദ്യം, കം അദദു മൻ ഷഹിദ മിനൽ മലായികത്തി ഹീന വഫാത്ത് സഅദ് റളിയല്ലാഹു അൻഹു? സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് എത്ര മലക്കുകളാണ് അവിടെ സാക്ഷിയായത്, പങ്കെടുത്തത്? എത്രയാണ്? 70,000, 70,000 മലക്കുകൾ. ചോദ്യം 3, മാദാ ഖറഅ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൻദൽ ബൈത്തി? എന്തായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്തിരുന്നത്? ഏത് സൂറത്തായിരുന്നു? സൂറത്തുർ റഹ്മാൻ. ചോദ്യം 4, അർസലത് ഖുറൈശുൻ റജുലൈനി ഇലൻ നജാഷി മൻഹുമ? ഖുറൈശികള് 2 പേരെ നജാഷി രാജാവിന്റെ അടുത്തേക്ക് അയച്ചു. ആരാണ് ആ 2 പേര്? ഒന്ന് അംർ ഇബ്നുൽ ആസ്, മറ്റൊന്ന് ഉമാറത്ത് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, മാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മുൽ ഫളൽ ഹാമിലുൻ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മുൽ ഫളൽ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? ലഅല്ലല്ലാഹു അൻ യുഖിറ ഐനക്കും. അല്ലാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകട്ടെ. അഞ്ചാമത്തത് കമ്മിൽ പൂരിപ്പിക്കുക. 1, റഅ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലൻ മുഅദ്ദിബൻ അഷദ്ദൽ അദാബി ഫസ്തറാഹു ഫഅതഖഹു. ഇവിടെ പൂരിപ്പിക്കേണ്ടത് ബിലാലൻ അതുപോലെ അഷദ്ദൽ അദാബ് എന്ന 2 വേർഡാണ്. എന്നതിനർത്ഥം അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ശക്തമായ ശിക്ഷ നൽകുന്നത് കണ്ടപ്പോ അദ്ദേഹത്തെ വാങ്ങി മോചിപ്പിച്ചു എന്നാണ് അർത്ഥം. 2, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്മുഹു അബ്ദുറഹ്മാൻ ബിൻ സഖർ വഹുവ മിൻ ദൗസിൻ എന്നാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ആറാമത്തെ ചോദ്യം തർജിം പരിഭാഷപ്പെടുത്താനാണ്. അമ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹ ഹിയ ബിൻതു അബ്ദുൽ മുത്തലിബ് വശഖീഖത്തു ഹംസ റളിയല്ലാഹു അൻഹു. ഇതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി സഫിയ അബ്ദുൽ മുത്തലിബിന്റെ മകളും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേർ സഹോദരിയുമാണ്. ഏഴാമത്തത് ഉക്തുബുൽ മാന, അർത്ഥ ഇതാനാണ്. 1, മുത്തനജ്ജിസുൻ എന്നർത്ഥം ചാരൻ. 2, ഹിസ്നുൻ കോട്ട. 3, ഇർക്കുൻ ഞരമ്പ്. 4, ഖശ്ഫുൻ എന്താണ് ചെവിട്ടൊരു ശബ്ദം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും പരീക്ഷയിലേക്ക് നല്ല മാർക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.